കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ വർഷേനെ കാണാനായിട്ട് മഹിമ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വർഷയെ ശ്രീകാന്തും കൂടെ ഇറങ്ങി ചെല്ലുവാണ്. മഹിമ വർഷനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ, സുഖമാണോ നിനക്കൊന്ന് ചോദിക്കാം. എനിക്ക് സുഖം അമ്മയെന്ന് പറയണം. പെട്ടെന്ന് മഹിമയോട് ചോദിച്ചു, ഇതെന്താ അമ്മ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട്, എനിക്കെന്താ വല്ല രോഗമുണ്ടോ, ഞാൻ ഇവിടെ തന്നെ വല്ല പനിയും ബാധിച്ച് കിടപ്പിലാണോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, അതല്ലല്ലോ വർഷേ, ഇങ്ങനെ കാണാൻ വന്നു കഴിയുമ്പം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വരില്ലേ, അങ്ങനെയാ, അല്ലാതെ പനിയോ വല്ല അസുഖങ്ങളായിട്ടാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മഹിമ പറഞ്ഞു, ശരിയാ, ശ്രീകാന്ത് പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതിയുടെ വരവ്. ചന്ദ്രമതി ഓടിപ്പടിച്ചു വന്നിട്ട് ചോദിച്ചു, ആഹാ ഇതാരാ മഹിമയെ, ഇരിക്കാൻ പറയാണ്. പെട്ടെന്ന് വർഷയോട് പറഞ്ഞു, അല്ല മോളെന്താ ഇതുവരെയായിട്ട് അമ്മയോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ലേന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു പറയണം. പിന്നീട് മഹിമ ചോദിച്ചു, അല്ല എന്തിയെ രവീന്ദ്രൻ എന്തിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, അതെ ഞാനിപ്പൊ തന്നെ പോയി വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാ. ഈ സമയത്ത് ശ്രുതിയും രേവതിയും കൂടെ അങ്ങോട്ട് വരുവാണ്. ശ്രുതിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിവിടുത്തെ ശ്രുതിയുടെ മൂത്തയുടെ ഭാര്യ എന്ന് പറയണം. മനസ്സിലായി, ഇതല്ലേ മലേഷ്യ എന്നുള്ള, അത് തന്നെ. അതെ, ശ്രുതിയുടെ അച്ഛന് മലേഷ്യ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാ, ഹോട്ടലും അതുപോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കുവാണ് മഹിമ. വർഷ ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും, അത് മാത്രല്ല ശ്രുതിക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറയണം. നമുക്കൊരു ദിവസം അവിടെ പോകണം കേട്ടോ അമ്മയെന്ന് പറയണം. ഇത് കേട്ടതും ആകെപ്പാടെ ഒന്ന് നോക്കിയിട്ട് മഹിമ പറഞ്ഞു, ശരി നമുക്കൊരു ദിവസം പോകാന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. എന്റെ ദൈവമേ, സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന്, ഇപ്പൊ തന്നെ സ്വന്തം പോലും അല്ല, ഇവരെങ്ങാനും തന്റെ കള്ളത്തരം കണ്ടുപിടിക്കോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ സമയം ശ്രുതിയോട് ചോദിച്ചു, അല്ല വലിയ കവറൊക്കെ ആയിട്ടുള്ള വന്നിരിക്കുന്നേ, ഇവരെന്താ ഇങ്ങനെ വന്നേക്കുന്ന ചോദിക്കുക. ശ്രുതി പറഞ്ഞു, മകളെ കാണാൻ വന്നല്ലേ, അപ്പൊ അതുകൊണ്ട് എന്തേലുമൊക്കെ കൊണ്ടുവന്നിരിക്കുമായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുവാണ്. രവീന്ദ്രൻ വന്നിരുന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു, അല്ല എന്തിയെ മധുസൂദനൻ വന്നില്ലേ, വർഷയുടെ അച്ഛനും വന്നില്ലേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മധുവേട്ടന് ഓഫീസിൽ പോണായിരുന്നു, കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറയാം, അതുകൊണ്ടാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് പറയാണ്. പിന്നീട് അവരിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു തട്ടമെടുത്ത് അതിനകത്തേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുവാണ്. പെട്ടെന്ന് ചന്ദ്രമതി, അയ്യോ വേണ്ട, ഇതൊന്നും മഹിമ ചെയ്യണ്ട, അതൊക്കെ രേവതി ചെയ്തോളും. രേവതി നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ എടുത്ത് തട്ടത്തിലേക്ക് വെക്കാൻ പറയണം. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നീട് രേവതിയോട് പറഞ്ഞു, പോയി ചായ എടുത്തോണ്ട് വരാൻ പറയണം. ആ സമയത്ത് മഹിമ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറയാണ്. പിന്നീട് മഹിമ പറഞ്ഞു, വർഷേനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. വർഷ പറഞ്ഞു, അതെ എനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാൻ സമയമായി, ഞാൻ എന്നാ പോയിക്കോട്ടെ എന്ന് ചോദിക്കണം. ഇതേട്ടൻ മഹിമ പറഞ്ഞു, ഇതെന്ത് പോക്കാൻ മോളെ നീ പോകുന്നേ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, നിന്റെ കൂടെ കുറച്ചേരം സംസാരിക്കട്ടെ, അത് മാത്രല്ല ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ അവിടെ ഇരിക്കാനും പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചിരുത്തുവാണ്. പിന്നീട് കയ്യിലിരുന്ന ആ ബിഷോപ്പർ പോലെയുള്ള വലിയ കവറിങ് എടുക്കുവാണ്. അതിനകത്തുനിന്ന് 3-4 ജ്വല്ലറി ബോക്സ് ഒക്കെ എടുക്കുവാണ്. ഇത് കണ്ടപ്പോഴത്തേനും ശ്രുതിയുടെ കണ്ണ് തള്ളിപ്പോയി. ഇതെന്താ എന്ന് ഓർക്കുവാണ്. പിന്നീട് അത് ഓരോന്ന് തുറക്കുവാണ്. തുറന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ വർഷയുടെ കല്യാണത്തിന് ഞങ്ങൾ ഒന്നും ഇതായിട്ടും കൊടുത്തിട്ടില്ല, അങ്ങനെയായിരുന്നല്ലോ കല്യാണം, ഒരു ഒളിച്ചോട്ട വിവാഹമായിരുന്നല്ലോ, പക്ഷേങ്കില് ഇനിയാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾക്കുള്ളത് കൊടുക്കണമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ജ്വല്ലറി ബോക്സ് തുറക്കണം. വലിയ വലിയ മാലയും നെക്ലേസും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ഇതെന്താ ശ്രുതി, ഇതൊരു ജ്വല്ലറി തന്നെ ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും ശ്രുതിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം. കാരണം ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാളെ മരുമോളെന്നുള്ള സ്ഥാനം മിക്കവാറും വർഷയ്ക്ക് കൊടുക്കും, തനിക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. കാരണം അവള് കുറെ പവനും കൊണ്ടാ വന്നിരിക്കുന്നത്, എത്ര പവനാന്ന് പോലും അറിയത്തില്ല. അതെല്ലാം കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഇതേ 50 പവനുണ്ടെന്ന് ചന്ദ്രമതിയോട് പറയണം. ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. പെട്ടെന്ന് വർഷ പറഞ്ഞു, എന്തിനാ അമ്മ ഇതൊക്കെ കെട്ടിപ്പോയി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ, എനിക്ക് വേണ്ട, ഞാൻ ഈ സ്വർണ്ണാഭരണങ്ങളൊന്നും അണിയാറില്ലല്ലോ, അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. അതാ ഇതൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലോന്ന് പറയാം, ഇത് കഴിഞ്ഞ മാസം എടുത്താണ്, അതാ നീ ഒന്നും കാണാത്തെന്ന് പറയണം. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ജ്വല്ലറി കണ്ട അത് ഇവൾക്ക് വേണ്ടി വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാന്ന് പറയണം. ഇത് കേട്ടതും ചന്ദ്രമതി ഒരു അത്ഭുതത്തോടെ കൂടി നോക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് ഇരിക്കട്ടെ, ഇത് കൂടെ ഒരു 500 പവൻ ലോക്കറിലും ഇരിപ്പുണ്ട്, എല്ലാം ഇവൾക്കുള്ളതെന്ന് പറയണം. 500 പവനോ, ശ്രുതിയുടെ കണ്ണ് തള്ളിപ്പോയി. രേവതിക്ക് പക്ഷെ
ഇതൊന്നും കേട്ടിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ സ്വർണം പണം എന്നൊക്കെ പറഞ്ഞ രേവതിക്ക് അതൊന്നൊരു പുത്തിരിയല്ല. രേവതിക്ക് അതിനോട് വലിയ കമ്പമില്ലാത്തതുകൊണ്ട് ആർത്തിയില്ല താനും. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, ഇത് നിങ്ങളങ്ങോട്ട് വാങ്ങണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതെ, ഞങ്ങൾ ഈ സ്വർണവും പണമൊന്നും കണ്ടിട്ടല്ല വർഷേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അറിയാലോ, ഇതിന്റെ പേരിലാണ് ഞങ്ങൾ സ്വത്ത് മോഹിച്ചാണ് ഞങ്ങളുടെ മകനെ നിങ്ങളുടെ മോളെ പ്രേമിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് മധുസൂദൻ എന്ന് കുറെ വട്ടം എന്നോട് ഒന്ന് പറയുകയൊക്കെ ചെയ്തേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്വത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം. ഈ സ്വർണ്ണമൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണം. ഇത് കേട്ടതും മഹിമ, അങ്ങനെ പറയരുതെന്ന് പറയണം. ഞങ്ങളുടെ മോൾക്കായിട്ട് ഞങ്ങൾ കരുതി വെച്ചിരുന്ന, ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട്. ഇവൾക്കല്ലാതെ ഞങ്ങള് വേറെ ആർക്കാ ഇതൊക്കെ കൊടുക്കണേന്ന് പറയണം. ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയിലെ രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട, ഇതിന്റെ ഒന്നും കാര്യമില്ല, ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് പറയണം. പക്ഷെ ചന്ദ്രമതിക്കാണെങ്കിൽ ആക്രാന്തമല്ലേ, ചന്ദ്രമതിക്ക് അത് വേണമെന്നുണ്ട്. എന്നാ രവിയേട്ട, അവര് സ്നേഹത്തോടെ തരുന്നല്ലേ, അപ്പം നമ്മൾ വേണ്ടാന്ന് നിരസിക്കുന്നത് ശരിയാണോന്ന് ചോദിക്കുക. ചന്ദ്രമതി പറഞ്ഞു, എഴുന്നേക്ക, നമുക്ക് വാങ്ങാന്ന് പറയണം. പക്ഷെ രവീന്ദ്രൻ എഴുന്നേക്കാൻ കൂട്ടാക്കില്ല. ഈ സമയത്ത് മഹിം പറഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്താ മോൾക്ക് കൊടുത്തേന്നൊക്കെ. ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ നാണം കിട്ടുപോകും, അതുകൊണ്ട് വാങ്ങണം എന്ന് പറയണം. അവസാനം രവീന്ദ്രൻ അങ്ങനെ സമ്മതിക്കുകയാണ്. രവീന്ദ്രൻ ചന്ദ്രമതി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ അവരുടെയിലേക്ക് കൊടുക്കുകയാണ്, ശ്രീകാന്തനും വർഷയ്ക്കുള്ള. അങ്ങനെ അതെല്ലാം കൂടെ വാങ്ങി വെക്കുകയാണ്. ചന്ദ്രമതിയുടെ കണ്ണു മഞ്ഞളിച്ചു. അത്ര സ്വർണ്ണമൊക്കെ ആദ്യമായിട്ട് കാണുന്ന 50 പവന്റെ സ്വർണ്ണമൊക്കെ. അതുപോലെ തന്നെയായിരുന്നു ശ്രുതിക്കും ഒക്കെ. പിന്നീട് ചന്ദ്രമതി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ അവർക്ക് വേണമെങ്കിൽ അവരെടുത്തോട്ടെ, അവരുടെ ആവശ്യമല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും കാലത്ത് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സൂക്ഷിച്ചു വെക്കാലോ എന്നൊക്കെ ചന്ദ്രമതി വലിയ തത്വവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവര് മഹിമ പറഞ്ഞു, അത് പിന്നെ ഇത്രയും കൊണ്ട് തരണ്ടേ ഇപ്പം, കാരണം നിങ്ങളുടെ മൂത്ത മരുമോള് വലിയ മലേഷ്യ എന്നല്ല ഉള്ളതല്ലേ, അപ്പൊ പിന്നെ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറെ സ്വർണ്ണമൊക്കെ ആയിട്ടോ ആയിരിക്കുമല്ലോ വന്നതല്ലേന്ന് ചോദിക്കുവാണ്. ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി, എന്ത് ചെയ്യാനാ. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ ഒത്തിരി സ്വർണ്ണമൊന്നും കൊണ്ടുവന്നില്ല, കാരണം അവരുടെ അച്ഛൻ വരുമ്പോ കുറെ കൊണ്ടുവരും. അച്ഛൻ വന്നിട്ടില്ലായിരുന്നു കല്യാണത്തിന്, ഇനിയിപ്പം ഉടനെ വരുന്നുണ്ട്. വരുന്ന സമയത്ത് 100-150 പവനൊക്കെ കൊണ്ടുവരും. പിന്നെ അവർക്ക് ഇതല്ല 100-500 പവൻ തരാനുള്ള ആസ്തിയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒറ്റ മോള് തന്നെയാന്ന് പറയണത്, ഉണ്ടാക്കുന്ന മൊത്തം ഒറ്റ മോൾക്കല്ലേ എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹിമ പെട്ടെന്ന് ചോദിച്ചു, അല്ല, നിങ്ങളുടെ രണ്ടാമത്തെ മരുമോളുണ്ടല്ലോ, അവള് കുറെ സ്വർണ്ണമായിട്ടാണോ വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രേവതിയുടെ മുഖവും കൂടെ മാറി. ചന്ദ്രമതി രേവതിനെ ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, അവള് സ്വർണ്ണമൊന്നും കൊണ്ടല്ല വന്നേക്കുന്നേ, അവൾക്ക് ഞങ്ങൾ അങ്ങോട്ടിട്ട് കെട്ടുക ചെയ്തേന്ന് പറയണ. അങ്ങോട്ടിട്ട് കെട്ടിയ? അതെ, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞങ്ങൾ അവളെ അണിയിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക ചെയ്തേ. കാരണം എന്താണെന്നറിയാവോ, അതിന് കുറച്ചു ദിവസം മുമ്പ് രവിയേട്ടൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് രവിയേട്ടൻ ഓടിച്ചിരുന്ന വണ്ടി ഇടിച്ച് ബസ് ഇടിച്ച് ഇവളുടെ അച്ഛൻ മരിച്ചുപോയത്, രേവതിയുടെ അച്ഛൻ മരിച്ചുപോയത്. പിന്നെ രവിയേട്ടൻ അവളോടൊരു സഹതാപം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവിയേട്ടൻ പിന്നെ എന്ത് ചെയ്തു, അവളെ ഈ വീട്ടിലെ മരുമകളാക്കാൻ തീരുമാനിച്ചു. അവർക്ക് അതിന് പൈസയൊന്നുമില്ല, ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പൂമാല കിട്ടുന്ന ജോലിയാ. പൊന്നിന് പകരം പൂമാല വെച്ചിട്ട് കാര്യമില്ല, പൂ വെച്ചിട്ട് കാര്യമില്ലോ, അതുകൊണ്ട് ഞങ്ങള് കുറച്ച് സ്വർണ്ണം ഇട്ട് അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരിക ചെയ്തേന്ന് പറയാം. പിന്നെ അവളുടെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് അവൾക്കൊരു ജീവിതം ഉണ്ടായി. ഒരു പക്ഷേങ്കിൽ അവളുടെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവൾക്കൊരു ജീവിതം ഉണ്ടാകത്തില്ലായിരുന്നു, അവൾ ഇങ്ങോട്ട് വരാനും പോകുന്നില്ലായിരുന്നു പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിപ്പോയി രേവതി കണ്ണു നിറഞ്ഞു വന്നു. രേവതി അവിടെ കരഞ്ഞു, ശരിക്കും കണ്ണറിഞ്ഞ് കരയുമായിരുന്നു. രേവതി പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തന്നെ ശ്രുതിയും വർഷയും എല്ലാവരും ഉണ്ട്. പുറത്തുനിന്ന് വീട്ടിൽ ആരോട് എന്ത് പറഞ്ഞാലും പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിയുമ്പോൾ അങ്ങനെ പറയുന്ന ഏറ്റവും വലിയ നാണക്കേടാ. രേവതിക്ക് എന്ത് സഹിക്കാം, തന്റെ അച്ഛനെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഒരു പക്ഷെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടാണ് ജീവിതം കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സഹിക്കാൻ പറ്റുമോ? പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ചന്ദ്രയെ പറയണെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നത്, ശരിയായിട്ടുള്ള കാര്യമല്ലേന്ന് ചോദിക്കും. രേവതി പിന്നീട് അങ്ങോട്ട് പോയി മുറി അങ്ങോട്ട് അടച്ച് മുറിക്കകത്തേക്ക് കയറിയിരിക്കുവാണ്. അങ്ങനെ അവരൊക്കെ പോയി, മഹിമയെല്ലാം പോയി. കുറെ സമയം കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമേൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രേവതിനെ കണ്ടില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതി പൂജാമുറിയിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് രേവതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ചന്ദ്രമതി വന്നിട്ട് ഓഹോ, നീ ഇപ്പൊ ഇവിടെ ഇരിക്കുവായിരുന്നു ചോദിക്കും. ഇത് കേട്ട രേവതി ഒന്നും മിണ്ടിയില്ല. അതെ, ഇതിനകത്ത് കയറി പൊരുന്നിരുന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് ഇറങ്ങി വാ, അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്, പിന്നെ പണിയൊക്കെ ആര് ചെയ്യുന്നോർത്താ നീ അതിനകത്ത് ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. രേവതി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ്. എഴുന്നേറ്റ് വന്നിട്ട് അമ്മ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ മാത്രമേ വീട്ടിലുള്ള പണി ചെയ്യാനായിട്ട്, വേറെ പെണ്ണുങ്ങൾ ആരും ഇല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും ചന്ദ്രമതി, നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണേ, എന്താ പറയണെന്ന് മനസ്സിലായില്ലല്ലേ? അതെ, ഈ വീട്ടിലെ ജോലി ചെയ്യാൻ മാത്രമാണോ നിങ്ങൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ? അതെ, എന്നെ കൊണ്ട് പറ്റില്ല, വീട്ടിലെ ജോലി ചെയ്യുകയും ചെയ്യണം, അത് പോരാഞ്ഞിട്ട് എല്ലാവരുടെ വായിലേക്കും ചീത്ത കേൾക്കുകയും ചെയ്യണം. അമ്മയ്ക്ക് ഞാൻ തട്ടി അടിക്കാനൊരു പാവയാണെന്ന് ചോദിക്കണം. നീ എന്താടി ഇപ്പം? ഓഹോ,
അപ്പൊ നിനക്ക് ഈയിടെയായിട്ട് ഇത്ര കൊഴുപ്പ് കൂടിയിട്ടുണ്ടല്ലേ, എല്ലിനിടയിൽ കയറി നിനക്ക് കുത്തുന്നുണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര നാക്കെന്ന് ചോദിക്കാം. അതെ, ഇത്തിരി നാക്ക് തന്നെയാണ് നമ്മ കൂട്ടിക്കോ, എന്നെ എന്ത് പറഞ്ഞാലും സഹിക്കും, പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതിയൊക്കെ അങ്ങോട്ട് വരുവാണ്. ശ്രുതി വന്നിട്ട് ചോദിച്ചു, എന്താ രേവതി, നീ എന്താ അമ്മയോട് തറുതല പറയണേന്ന് ചോദിക്കും. ദേ ശ്രുതി, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, ഇത് ഞാനും അമ്മയും തമ്മിലുള്ള പ്രശ്നം, ഞങ്ങൾ ഇതിനകത്ത് ഇടപെട്ടോളാം, ഞങ്ങൾ മാറി നിൽക്കാൻ പറയാണ്. എന്ത് ചെയ്യാനാ, മാറി നിൽക്കാതെ പറ്റില്ലല്ലോ. അങ്ങോട്ടേക്ക് ശ്രുതി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോഴേക്ക് രവീന്ദ്രനൊക്കെ അങ്ങോട്ട് വന്നു. പക്ഷേ ശ്രീകാന്തും ഒക്കെ അങ്ങോട്ട് വന്നു. പെട്ടെന്ന് വർഷ പറഞ്ഞു, അല്ല രേവതിനെ ആദ്യമായിട്ടാണല്ലോ ഇത്ര ദേഷ്യത്തിൽ കാണുന്നത്, ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ലോ എന്ന് പറയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ശരിയാ ഏടത്തിനെ ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഏടത്തി ഇങ്ങനെ ഇത്ര ദേഷ്യപ്പെട്ട് കാണുന്നത് പറയണം. ചന്ദ്രമതിയോട്, നീ എന്താ എന്നെ പഠിപ്പിക്കാൻ വരുവാണെന്ന് നിൽക്കും. പഠിപ്പിച്ചല്ലമ്മേ, ഉള്ള കാര്യം പറഞ്ഞ. അല്ലെങ്കിൽ അമ്മേനെ പഠിപ്പിക്കാൻ ഞാനാരാ, ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്യുകയും ചെയ്യണം, അമ്മയുടെ വായിരിക്കുന്ന ചീത്ത മൊത്തം കേൾക്കുകയും ചെയ്യണല്ലേ, ഇനി എന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറയും. ഓഹോ, നിനക്ക് പറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം രേവതി പറഞ്ഞു, അല്ല അമ്മയ്ക്ക് ആരാ അധികാരം തന്നെ എന്റെ അച്ഛനെ പറയാനിട്ട്, ഞാൻ പറഞ്ഞല്ലോ ആരുടെ മുന്നിൽ വെച്ചും എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് ചന്ദ്രമതി പറഞ്ഞു, ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നത്, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ, നിന്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അമ്മ ബാക്കി എന്താ കാര്യം പറയാത്തെ, അല്ല വിവാഹ നിശ്ചയം നടത്തിയത് ആരുമായിട്ടായിരുന്നു, അമ്മയുടെ മൂത്ത മോനുമായിട്ടല്ലേ, എന്നിട്ട് കല്യാണം നടന്ന എങ്ങനെയായിരുന്നു, മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടി പോയ കാര്യമൊന്നും അമ്മ എന്താ ആരുടെ മുന്നിൽ പറയാത്തെ, അതെന്താന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതിയുടെ മുഖം കുനിഞ്ഞു പോയി. ചന്ദ്രമതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സമയം വർഷ പറഞ്ഞു, അതെ രേവതി അടുത്ത് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്, രേവതി അടുത്തിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അമ്മയ്ക്ക് ചിലപ്പം 2-3 വാക്കിൽ മറുപടി പറയാവുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ മമ്മിയോട്, കാരണം മമ്മി ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 2 വാക്കി പറഞ്ഞ് നിർത്താം, പക്ഷേങ്കിൽ വിസ്തീരിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടല്ലേ രേവതി അടുത്തേക്ക് ഇത്ര സങ്കടമായത്, ഇവിടെ തെറ്റിക്കാരി അമ്മയാന്ന് പറയണം. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകാന്ത് പറഞ്ഞു, അമ്മേനെ കുറ്റപ്പെടുത്തിയതല്ല, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഏടത്തിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചതെന്ന് അമ്മ മനസ്സിലാക്കത്തേന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ ഇവളുടെ മനസ്സ് വേദനിച്ച എല്ലാവർക്കും കുറ്റമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എന്നെ പറഞ്ഞ് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല, എന്റെ അച്ഛൻ ആർക്കും ഇന്നും വരെ ഉപദ്രവം ചെയ്തിട്ടില്ല, മക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചേ, പക്ഷേങ്കിൽ എന്റെ അച്ഛന്റെ ആഗ്രഹം എന്നെ ഒരു നല്ല നിലയിൽ കെട്ടിച്ചു വിടാനായിരുന്നു, പക്ഷെ അതിനു മുമ്പ് തന്നെ അച്ഛൻ അങ്ങനെയൊക്കെ സംഭവിച്ചേ, എന്നും പറഞ്ഞുകൊണ്ട് എന്റെ അച്ഛനെ മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാളും ഞാൻ സഹിക്കില്ലെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ അവളുടെ ഒരു അച്ഛന്റെ മഹിമ പറഞ്ഞിട്ട് അവള് വന്നിരിക്കുന്നു, ഇതിന് മാത്രം എന്താടി, നിന്റെ അച്ഛൻ മരിച്ചു പോകുന്നതിന് മുമ്പ് നിനക്ക് ഉള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് നിന്റെ അച്ഛൻ പോയെന്ന് ചോദിക്കും. ഇത് കേട്ടതും ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി രേവതി ഒറ്റ വിളിയായിരുന്നു, അമ്മേന്ന്. ഞെട്ടിപ്പോയി എല്ലാരും, രവീന്ദ്രനും എല്ലാരും കൂടെ ഞെട്ടിപ്പോയി. ഒരു നിമിഷം രേവതി ഒരക്ഷരം മിണ്ടരുതെന്ന് പറയാണ് ഇനി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ചന്ദ്രമതി കണ്ടില്ലേ, ഞാൻ പറഞ്ഞതൊന്നും അവൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ട് അവള് അവസാനം പോയത് കണ്ടോ. ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ പറഞ്ഞിച്ചിരി കൂടിപ്പോയി, പിന്നെ അവളിപ്പോ ഇങ്ങനെയൊക്കെ മറുപടി നിനക്ക് തരുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരിപ്പോണ്ട, അത് നീ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലമാണ് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൾ ഇന്നുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങൾ വിളിച്ചോണ്ട് വന്ന മരുമകള് അവളുടെ വായിൽ കോലിട്ട് കിളി അവള് സംസാരിക്കില്ലെന്ന് പറഞ്ഞ മിണ്ടാപ്പൂച്ച കലവടയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ അവൾ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേന്ന്, എന്നെ കുറ്റപ്പെടുത്തി കണ്ടില്ലേ നിൽക്കും, അത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ ചന്ദ്രേ, അല്ലാതൊന്നും അല്ലല്ലോ, എത്രയെന്ന് വെച്ചാ മിണ്ടാതിരിക്കുന്നേ, അവൾക്ക് അവളുടേതായ അഭിമാനമുണ്ട്, അതെന്താ നീ മനസ്സിലാക്കത്തേന്ന് ചോദിക്കുക. എന്നിട്ട് എന്താ ഇപ്പൊ അവളുടെ അഭിമാനം എന്തിയേ, അവളുടെ മുറിയിലേക്ക് കയറി പോയത് കണ്ടോന്ന് ചോദിക്കുക. ഈ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുവാണ്. ഇട്ടിരുന്ന ആഭരണങ്ങളെല്ലാം ഊരിയിട്ടുണ്ടായിരുന്നു, കഴുത്ത് ഇങ്ങനെ സാരിത്തലപ്പ് വെച്ച് മൂട്ടുണ്ടായിരുന്നു, പിന്നീട് ആ ടേബിളിലേക്ക് ആഭരണം വെച്ചു. ഇതേ അമ്മ എനിക്ക് ഇട്ട് തന്ന ആഭരണങ്ങൾ മുഴുവനുണ്ട്, പിന്നെ ഇപ്പൊ എന്റെ ശരീരത്തിൽ കിടക്കുന്ന അച്ഛമ്മ മേടിച്ചു തന്ന മാത്രമേ ഉള്ളൂ, താലിമാല ഉൾപ്പെടെ ഇതേവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഒരു നിമിഷം രവീന്ദ്രൻ ഉൾപ്പെടെ ചന്ദ്രമതി ഞെട്ടിപ്പോവാണ്. ചന്ദ്രമതി ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. ചന്ദ്രമതിയുടെ കർണത്തടിക്കുന്ന പോലെ പോയി രേവതി. ചന്ദ്രമതി ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല രേവതി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.